ഇനിയും അതിഥികളുണ്ട്. അടുത്ത അതിഥി കൂടി വരികയാണ്. അത് നന്ദകിഷോർ ചേട്ടനാണ്. ഇവിടെ തൃശ്ശൂരുകാർക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള നന്ദകിഷോർ ചേട്ടനാണ്. എന്തായി കലോത്സവം എന്ന്? കഴിഞ്ഞ 3 ദിവസം കലോത്സവം എങ്ങനെ ഇരുന്നു എന്ന് തൃശ്ശൂർ ഭാഷയിൽ പറയാൻ പറഞ്ഞ? അല്ല, കഴിഞ്ഞ 3 ദിവസം കലോത്സവം ഗംഭീരമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത്, ശരിക്കും പറഞ്ഞാൽ പൂഴി വരിയിട്ട താരാത്ത പുരുഷാരെന്ന് പറയില്ലേ, അങ്ങനത്തെ ജനം ഉണ്ടായിരുന്നു. ചില സമയത്ത് ഒഴിഞ്ഞെടുക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് തൃശ്ശൂരിന്റെ ഒരു തുടങ്ങിയിട്ടില്ല ഈ സമയത്ത്, എന്നിട്ട് പോലും ഇത്ര ആളുകളുണ്ട്. ആൾക്കാർ നോക്കൂ, അത് കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ചൂട് വരുമ്പോൾ ആൾക്കാർ, അത് സാധാരണയാണല്ലോ, അകത്തിരിക്കുന്നുണ്ട് ആൾക്കാർ, പുറത്തില്ല എന്നുള്ളൂ, അകത്തിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഞങ്ങളിവിടെ തേക്കുംകാട് ഫില്ല് ചെയ്യുന്നത് പൂരത്തിന് നിറയും. തൃശ്ശൂർക്കാരും മാത്രമല്ല നിറയും കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ പുലിക്കളിക്ക് നിറയും, പിന്നെ ബോൺ നത്തലയ്ക്ക് നിറയും. എന്തൊക്കെ ഇത് ഒരു പൊതുവിൽ പറഞ്ഞ ഒരു ആഘോഷ നഗരി, ഒരു ഉത്സവ നഗരിയാണ്. പിന്നെ ഇത് 64ാമത്തെ കലോത്സവമാണ്. കലകൾ പൊതുവിൽ 64 എന്താ പറയുന്നത്. അപ്പോൾ 64 കലകളും സമ്മേളിക്കുന്ന ഈ 64ാമത്തെ കലോത്സവത്തിന് ഇപ്പോൾ ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നാളെ കല്യാണത്തിൻ്റെ തലേദിവസം, നാളെയാണ് അവസാനം, ഇന്നിപ്പോൾ തലേ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ ആർക്ക് കപ്പ് കിട്ടും, ആർക്ക് കപ്പ് കിട്ടിയാലും കപ്പ് അതൊരു അംഗീകാരം തന്നെയാണ്. പക്ഷെ അതിലുപരിയായിട്ട് ഇതിൽ ഇത്ര വലിയൊരു മഹാമേളയിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇത് ഏതായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട? അത്ര ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ വിഷമമാണ്. കാരണം എനിക്ക് എല്ലാ കലകളും ഇഷ്ടമാണ്. ഇത് ഒരു ആത്മനിഷ്ഠാണല്ലോ ഇതിൻ്റെ ആസ്വാദനം. അപ്പം നമ്മളൊരു 100 മീറ്റർ ഓടിച്ചാൽ അവിടെ വരെ ഓടിയ 100 മീറ്റർ ആര് മുമ്പെത്തി നമുക്ക് ജഡ്ജ് ചെയ്യാം. ഇതങ്ങനെ പറ്റില്ല. ഒരു ഭാവം കാണിക്കുമ്പോൾ ആ ഭാവമാണ് കല, ഭാവവും ഭാഷയും. അപ്പോൾ ഇത് ഈ ഭാവം കാണിക്കുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത് എൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. എനിക്ക് എല്ലാ ഭാവങ്ങളും കാണിക്കുന്നത് വാസ്തവത്തിൽ ഇഷ്ടമാണ്. പിന്നെ അതിലൊരു തീവ്രത കൂടിയ ഭാവം, തീവ്രത കുറഞ്ഞ ഭാവം, അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഞാൻ നടത്താറില്ല. ഇല്ല. പിന്നെ ഇതിൽ മൊത്തം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂത്തിലൂടെ വളരെ സാമൂഹ്യ വിമർശനം നടത്തി ഇന്നത്തെ സമകാലിക സംഭവങ്ങൾ വല്ലതും കുട്ടികൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഇതിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം, ഈ യങ് ജനറേഷൻ, ഇതിപ്പോൾ ആബാലവൃദ്ധം എന്ന പ്രയോഗം മാറിയിട്ട് ആജൻസി വൃദ്ധമാണ്. ഏറ്റവും പുതിയത് ജൻസിയാണ്. അതെ, പൂക്കികളാണ്. ആജൻസി വൃദ്ധം കലോത്സവത്തിൽ കുട്ടികൾ ദേ ആർ അലൈവ് ടു സോഷ്യൽ പ്രോബ്ലംസ് എന്നുള്ളത് വളരെയധികം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കല എന്ന് പറയുന്നത് അതിന് 2 എലമെൻ്റ് ഉണ്ട്. ഒന്ന് കാലാതീതമായ ഒരു എലമെൻ്റ് ഉണ്ട്, കാലാധീനമായ ഒരു എലമെൻ്റും ഉണ്ട്. ഈ കാലത്തോട് സംവദിക്കുന്നതായിരിക്കണം ഈ കാലത്തെ കല. പക്ഷെ അതേസമയം അതിൽ ശാശ്വതമായ ചില കലയുടെ മൂല്യങ്ങൾ ഉണ്ടാവാൻ വേണം. ഇത് രണ്ടിൻ്റെയും ഒരു ഐഡിയൽ ബ്ലെൻഡായിട്ട് പല കലാരൂപങ്ങളും മാറുന്നു. അങ്ങനെ ആളുകൾ അങ്ങനെ എന്താ പറയുക, ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് സെൻസിറ്റീവ് ആകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ സ്വർണ്ണക്കപ്പ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വേദി ഉണ്ടാകുന്നു, കുട്ടികൾക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നു, അതിനുള്ളൊരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ ജൻസി കാലത്തും കുട്ടികളെ ഈ ഒരു കുറച്ചുകൂടെ സാമൂഹ്യ അവബോധമൊക്കെ ഉള്ള ആളുകളായി മാറ്റാൻ ഈ കല സഹായിക്കുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രധാനം. അല്ല, ഈ ജൻസി കാലത്തെന്ന് പറയുന്നത് അങ്ങനെ ആവണമല്ലോ. അതായത് നിരന്തരം സമൂഹം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണല്ലോ കല. ഒരു കലയ്ക്കും ഈ സമൂഹ മാറ്റത്തിൽ, കലയ്ക്ക് മാത്രമല്ല ഒരു എലമെൻറ്റിനും സമൂഹ മാറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. ഈ ഹൗ മച്ച് യു ആർ സെൻസിറ്റീവ് ടു ദ കണ്ടംപററി സൊസൈറ്റിയാണ് ആർട്ടിന് ഏറ്റവും കൂടുതൽ റിലവൻസ് ഉണ്ടാക്കുന്നത്. അതങ്ങനെ സെൻസിറ്റീവ് ആവാൻ വേണ്ടി നമ്മൾ നമ്മുടെ കൾച്ചറൽ റൂട്ട്സിലേക്ക് ഇറങ്ങിപ്പോയി, സാംസ്കാരിക വേരുകളിലേക്ക് ഇറങ്ങിപ്പോയി അത് ആവിഷ്കരിക്കാൻ ജൻസിക്ക് അവരുടേതായ ക്രാഫ്റ്റ് ഉണ്ടാവും, അവരുടേതായ ലോകത്തെ പറ്റിയുള്ള അതുണ്ടാവും. കാരണം ഇപ്പം നമ്മൾ പഴയ കൂട്ടത്തിൽ പാട്ട് എഴുതണില്ല, പഴയ കൂട്ടത്തിൽ അഭിനയിക്കില്ല, അങ്ങനെ പറയുന്നത് വിഡിത്താണ്. പഴയ കൂട്ടത്തിൽ അഭിനയിക്കില്ല, അതിൽ നിന്ന് മാറ്റി സാധനങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ ആത്മാവിൻ്റെ ആവിഷ്കാരം നടത്തും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ശേഷം പ്രളയം, അങ്ങനെ ആറ്റിറ്റ്യൂഡ് കലയിൽ ഒന്നിലും പറ്റില്ല. അപ്പോൾ പുതിയ ആളുകൾക്ക് പഴയതിൽ നിന്ന് നല്ലതെടുക്കാം, അതിൽ നിന്ന് ശാശ്വത എലമെൻറ്റുകളെ എടുത്തിട്ട് അതിനെ കണ്ടംപറൈസ് ചെയ്ത് ചെയ്യുന്നതാണ് അതിനുള്ള വേദിയായിട്ട് കലോത്സവങ്ങൾ മാറുന്നതാണ് ഏറ്റവും ആശ്വാസ്യകരമായ സാധനം. ഇത് ഇനിയിപ്പോൾ ഇന്നെന്താ കാണാൻ, ഏതെങ്കിലും വേദികളിലേക്കാണ് ഇന്ന് പോവുക? ഞാനൊരു സംസ്കൃതം പഠിച്ചുള്ള ഒരാളായതുകൊണ്ട് കുറേശ്ശെ സംസ്കൃതം ഉത്സവത്തിന് പോകാറുണ്ട്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള അതൊരു ക്ലാസിക്കൽ ലാംഗ്വേജും ആണല്ലോ, അതിനെ എങ്ങനെ ഇന്നത്തെ സമൂഹത്തോട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ സെൻസിറ്റീവാണ്. ഓട്ടം തൊഴിലിന് പിന്നെ ഭയങ്കര റിലവൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓട്ടം കുഞ്ചൻ നമ്പ്യാരുടെ ഏറ്റവും വലിയ വരികൾ ഇന്ന് പ്രസക്തമായ വരികൾ 4 വരി ഞാൻ ചെല്ലാം. കുഞ്ചൻ നമ്പ്യാരുടെ
പ്രസക്തി ഉണ്ടെന്ന് പ്രേക്ഷകർ നിങ്ങളും തീരുമാനിക്കുക. കുമ്മിണിയമ്മേ നമ്മുടെ നാട്ടിൽ പൊന്മണി കെട്ടി നടപ്പാൻ മേലാമണി കണ്ടാലും തുണി കണ്ടാലും മടികൂടാതെ പിടിച്ചു പറിക്കും. യജമാനന്മാർ കട്ടു നടന്നാൽ മറ്റു ജനത്തിനു മടിയുണ്ടാമോ? നിന്നോതിക്കൊൻ മുള്ളും നേരം ഉണ്ണികൾ മരമേറിയിട്ടും മുള്ളും. എമ്പ്രാൻ അപ്പം കട്ട് ഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ഇതിന് ഇന്നത്തെ കാലമായിട്ട് പ്രസിദ്ധി ഉണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഇത് ശമന്തകം തുള്ളല്ല ഒരു വരികളാണ്. വളരെയധികം അവസാനം ഒരു കല എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ പ്രധാനം. എത്ര കാലം മുമ്പ് കുഞ്ചാമ്പ്യാരപ്പൽ ഒരു മഹാപ്രതിഭ എഴുതി വെച്ചു എന്നുള്ളതാണ്. റിലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അങ്ങനെ സോഷ്യലി റെലവൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് നന്ദകിഷോറേട്ടൻ ഇത് ഈ വിഷയങ്ങൾ പറയുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെയുള്ള ആളുകളെ കൂടി ഒന്ന് കാണിച്ചിട്ട് കൂടെ വരാമെന്ന് വിചാരിക്കാം. നമുക്ക് ഇത് രാവിലെ തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. 1-2 കുട്ടികളും കൂടെ നമുക്കൊപ്പം ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ക്ലീനിങ്ങും പരിപാടികളൊക്കെ രാവിലെ ഉണ്ട്. 7500 പേർക്ക് ഇരിക്കാവുന്ന വലിയ സ്റ്റേജാണിത്. 1ാമത്തെ വേദിയാണ്. അത്രയും വലിയ ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. അവിടെ തന്നെ നമുക്കിപ്പോൾ മുഴുവൻ ആളുകളും 7500 മത്സരം തുടങ്ങുന്നതിന് മുമ്പേ അത് ക്ലീൻ ആയിരിക്കും. നാളെ തലേദിവസം എന്തൊക്കെ അവിടെ നടന്നാലും പിറ്റേ ദിവസം കുട്ടികൾ എത്തുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വേദിയിലേക്കായിരിക്കും അവരെത്തുക. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് അവരെല്ലാവരും.